പുളി ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കുടഞ്ഞ് കൂട്ടിയിടുവാണ്. ഇതുണ്ടോ നമ്മുടെ പുകച്ച പുളി? ഇതാണ് ഡ്രൈ ചെയ്ത പുളി. നോക്കിക്കേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പച്ചയൊന്നും നമ്മൾ പറിക്കുകയല്ലോ കേട്ടോ, പഴുത്തത് മാത്രമേ നമ്മൾ പറിക്കുകയുള്ളൂ, നല്ല പഴുത്തത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ കൊടംപുളി പുകയൊക്കെ കൊടുക്കാതെ നമ്മൾ ഡ്രയർ മെഷീനിൽ ഡ്രൈ ചെയ്യാൻ പോകുന്നത്? അതുപോലെ തന്നെ നമ്മുടെ കൊടംപുളി നമ്മൾ പുക കൊടുത്താണല്ലോ എടുക്കുന്നത്. ആ പുളിയും ഡ്രയർ മെഷീനിൽ ഡ്രൈ ചെയ്തെടുക്കുന്ന പുളിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ടേസ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം പുളിക്കത്തടം, പുളികളാൽ ഫേമസ് ആയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ എല്ലാം പുളിയാണ് നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. രാജുവേട്ടാ ഒരു പുളിയൊക്കെ ഇങ്ങ് പറിച്ചേ. ഇതുണ്ടോ, ഇവിടെ എല്ലാം പുളികളാട്ടോ. ഇത് നിറഞ്ഞിതുണ്ടോ, റോഡിന്റെ ഇവിടെ സൈഡിലെല്ലാം ഇത് പുളിമരമാണ്. ഇതെല്ലാം ഇവിടെ എവിടെ നോക്കിയാലും പുളിമരമാണ്. ഇതുണ്ടോ, പുളി നോക്കിക്കേ, നല്ല ഉഗ്രം കൊടംപുളി. ഇവിടെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ പുളിയുടെ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെയും ഒരു സൈഡിൽ പുക പൊങ്ങുന്നതാണ്. വീട് എവിടെ ഉണ്ടെന്ന് കൃത്യം അറിയാം. ഈ പുക കണ്ടോ ആരും ഓർത്തേക്കരുത്, വാറ്റാന്നൊന്നും ഓർത്തേക്കരുത്. ഫുള്ള് പുളി അടങ്ങുന്നതാണ് കേട്ടോ. അതുപോലെ പുളിയാണ് പുളിക്കത്തടം. ഈ പുളിക്കത്തടത്തിന്റെ പേര് വരാൻ കാരണം തന്നെ ഈ പുളിയാൽ നിറഞ്ഞു നിൽക്കുന്നോണ്ടാണല്ലേ. അപ്പൊ നമ്മളിന്ന് പുളിയൊക്കെ പറിക്കാൻ പോവല്ലേ. പുളി പറിക്കാനും പെറുക്കാനും നമുക്ക് ഇന്ന് ഡ്രയർ മെഷീനിൽ കയറ്റാനുള്ള പുളി നിലത്ത് കിടക്കുന്നതും പ്ലസ് മരത്തിന്റെ മുകളില് നിന്ന് പറിച്ചെടുക്കാനും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ഡേഞ്ചറായ മലയിടയ്ക്ക് കൂടെ അങ്ങ് നടന്ന് അങ്ങ് കയറി പോവല്ലേ പുളി പെറുക്കാന്. കേട്ടാ നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ വാ, കത്തിയും കൊട്ടയൊക്കെ ആയിട്ട് അങ്ങ് പോവാണ്. പുളിയും കൊണ്ട് വരുന്നതാണ്. പുളിക്കത്തടത്തെ കാഴ്ച ഞാൻ ലൈവായിട്ട് കാട്ടിത്തരാം കേട്ടോ. അതുകൊണ്ടോ പുളിയായിട്ട് ഒരു ജീപ്പ് നിറച്ച് പുളിയായിട്ട് ഇത് പറിക്കാൻ പോയിട്ട് വരുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കേട്ടോ. ഓയ് ഇതുണ്ടോ, ജീപ്പിൽ നിറച്ച് പുളിയാണ്. കാട്ടിത്തരാം, ബൈക്കിലേക്ക് വാ. ഇത് കുറവാണല്ലേ. ഇതുണ്ടോ കൊടംപുളി ജീപ്പില് കൊണ്ടിരുന്ന കാഴ്ചയാണ്. ഇതുണ്ടോ, ഇത് ചാക്ക് കെട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇതുണ്ടോ 3-4 ചാക്ക്. നമ്മുടെ സുഹൃത്തേട്ടോ ഞൂഞ്ഞായിയുടെ സ്ഥലത്ത് പുളിയാണ്. ഉണ്ടോ, നല്ല മുഴുത്ത പുളികൾ കണ്ടോ. പുള്ളിനെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല, നമ്മളും പറമ്പിൽ പോയി പെറുക്കാനായിട്ട് അങ്ങ് പോവാണ്. ഓയ് ഓക്കെ, താഴെ കാണാം. കണ്ടോ ജീപ്പായിട്ട് പോകുന്നുണ്ടോ, പുളി പെറുക്കാൻ ജീപ്പിലൊക്കെയാണ്. ഇന്നത്തെ കുറവാണോ? ഇന്ന് ഇല്ലെങ്കിൽ ജീപ്പ് നിറച്ച് പുളിയൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മള് അതൊക്കെ അങ്ങ് പോവാണ്. ഇനിയിപ്പോ ഇത്തിരി ഉള്ള ഏരിയ കൂടെ കയറി പോണം. രാജീവേട്ടന്റെ വലിയൊരു പുളിന്തോട്ടത്തിലേക്കാണ് അങ്ങ് ചെല്ലുന്നത്. ഇതുണ്ട, ഇവിടെ ഓസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ. ഇതിലെല്ലാം അങ്ങ് മലയിടുക്കിൽ നിന്ന് വെള്ളം വരുന്ന കേട്ടോ. ഇവിടെ എല്ലാം നല്ല തണുത്ത വെള്ളമാണ് അങ്ങ് മലമ്പ്രദേശത്ത് നിന്ന് വരുന്നത്. ഇവിടെ നമുക്ക് കേറി പോണേൽ ഇച്ചിരി ചടങ്ങാണ്, പക്ഷെ ചെന്നാലുണ്ടല്ലോ അടിപൊളി മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ആ രാജുവേട്ട ഇതൊന്ന് പിടിക്കാവോ? പോയി നല്ല ഇതൊക്കെ പണ്ട് ഉരുള് പൊട്ടി വന്ന കല്ലുകളല്ലേ. ഓയ് ആ, അപ്പൊ ഇനിയും കൊറേ കൂടെ നടക്കാനുണ്ടല്ലേ. പുളി വെള്ളത്തിന് ഒളി വരുന്നുണ്ടോ? ആ പുളി ഉണ്ടല്ലേ, വേണ്ടോ പുളി നോക്കിക്കേ, വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നു കേട്ടോ. ഇവിടെ മലയിന്നൊക്കെ ഒഴുകി വരുന്നതാണ്. ഉണ്ടോ, ഞങ്ങള് കേറി വന്നപ്പോ ഉണ്ടല്ലോ ഒരു ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. ഞങ്ങൾ അതുകൊണ്ട് നനയാതെ സേഫായിട്ട് ഒരു വലിയൊരു പാറക്കെട്ടിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നോക്കിയാൽ നല്ല അടിപൊളി ഒരു പാറക്കെട്ടാ. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ കൈയിലൊരു പാറക്കെട്ട്. ഇനി ഇവിടുന്ന് കയറിയിട്ടൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തൂടെയാണ് നമ്മുടെ
പുളിന്തോട്ടത്തിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. അതാണ് ഒരു ലെവല് കാഴ്ചയാണ്. മഴ കുറയുമ്പോ പതുക്കെ നമ്മൾ ഈ ഗുഹ കയറി അങ്ങ് പോവാണ്. അയ്യേട്ടോ, നമ്മള് കാടും മേടും കയറി അങ്ങനെ പോവാണ് പുളി ഇറക്കാനായിട്ട്. പുളി ഇറക്കാൻ പോവാണ്. ഇവിടെ വല്ല കാട്ടുപന്നി കാണുമോ രാജീവേട്ടാ? ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. നല്ല വന്യമൃഗങ്ങളോ പാമ്പോ ചേമ്പോ കാണുമോ? കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഗുഹ കഴിഞ്ഞ് അങ്ങ് കയറി പോവാണ്. ഓ, ഇതിന്റെ അകത്തോട്ട് ഇടുക്കി കയറി പോണം അല്ലേ? അയ്യോ, ഗുഹക്കകത്തൂടെ കയറി ഇറങ്ങി പോവാണ്. അയ്യോ, ഇവിടെ കത്തിയൊക്കെ ഇവിടെ പോയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഗുഹയുടെ അവസാനം എത്തിയല്ലേ? ഇത് നല്ല പണിയാണല്ലോ രാജീവേട്ടാ അല്ലേ? നല്ല പണിയാണോ? എന്നും ഇതുപോലെ വന്ന് പോണ്ടേ? ഓ, ഇത് നോക്കിയ ഇവിടെ വന്നപ്പോ ഒരു കാഴ്ച നോക്കിയല്ലേ? ഇത് കണ്ടോ, നമ്മള് പാറക്കെട്ടിന്റെ അടി വന്നപ്പോ ഉള്ള കാഴ്ച നോക്കിയേ. മുകളിന്ന് വെള്ളം ചാടുന്നല്ലേ രാജീവേട്ടാ? നോക്കിയേ, നല്ല തണുപ്പാട്ടോ, നല്ല തണുത്ത മഞ്ഞ് പോലെയൊക്കെ വരുവാണ് വെള്ളം. കണ്ടോ, നല്ല മനോഹരമായ ഒരു കാഴ്ച. ഈ പുളിക്കത്തടം ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ അല്ലേ രാജുവേട്ടാ? കാണാൻ നല്ല സ്ഥലമാണ്. നമുക്ക് പതുക്കെ പുളി വറുക്കാൻ പോവാല്ലേ? ആയിക്കോട്ടെ, പോയേക്കാം, നമുക്കങ്ങ് പോയേക്കാം. നമ്മളങ്ങനെ നടന്ന് പുളിയുടെ വീട്ടിലെത്തി. കൊറേ നടക്കാനുണ്ടായിരുന്നു. ഇവിടെ മൊത്തം പുളി. എന്ത് പുളിയല്ലേ ഇതൊക്കെ? ആര് വെച്ച് പിടിപ്പിച്ച രാജുവേട്ടാ? ഇതൊക്കെ നേരത്തെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് കയറി ആദ്യം വന്നവരൊക്കെ പിടിപ്പിച്ചാന്ന് തോന്നുന്നു. മഴക്കാലത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി. ഇവിടെ കുരങ്ങിന്റെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇവര് കുറെയൊക്കെ പറിച്ചെടുക്കും കേട്ടോ. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് ഒത്തിരി നശിപ്പിച്ചു കളയും. രാജുവേട്ടാ, ഈ പുളിമരത്തിനൊക്കെ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഏകദേശം മനസ്സിലാകുന്നത്? എല്ലാരും പറഞ്ഞനുസരിച്ച് 150 വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ്. അത്രയൊക്കെ ഉണ്ട്. ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോട്ട് അത് ഇവിടെ വന്നിട്ട് ആൾക്കാർ വന്ന് താമസിച്ച് പട്ടിണിയൊക്കെ ആയിരുന്നോണ്ട് നമ്മുടെ ഈ എന്താണ് മല മൊത്തം പുളി അങ്ങ് വെച്ച് മഴക്കാലത്ത് പട്ടിണി മാറാൻ വേണ്ടി. മഴക്കാലത്ത് പട്ടിണി മാറാൻ വേണ്ടി. അങ്ങനെയാണ് ഈ പുളിക്കത്തുള്ള സ്ഥലത്തിന് പേര് വന്നത്, പുളിയുടെ നാടായതുകൊണ്ടല്ലേ? ഞങ്ങളിത് പുളിമരത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറാൻ പോവാണ് കേട്ടോ. കാഴ്ചകളൊക്കെ ഞാൻ വഴിയെ കാട്ടിത്തരാം. നമുക്കൊന്ന് കയറാം രാജുവേട്ടാ? കേറിക്കോ. നമ്മളും പുറകിന് ഇതാ കയറി വരുവാണ്. രാജുവേട്ടൻ മുമ്പ് ഞാൻ കയറി പോകുന്നു, നമ്മള് തൊട്ട് പുറകെ വരുന്നു. ക്യാമറാമാൻ അതിന്റെ തൊട്ട് പുറകെ. അപ്പൊ ഇതേ മുകളിലേക്ക് അങ്ങ് കയറുവാണ്. അങ്ങനെ നമ്മള് പുളിമരത്തിന്റെ മുകളിലെത്തി കേട്ടോ. ഇത് നോക്കിയേ, കൊടംപുളി നിറഞ്ഞ് കിടക്കുന്നത് നോക്കിയേ. കണ്ടിട്ട് തന്നെ അങ്ങ് കൊതി വരുന്നു. നോക്കിക്കേ, കണ്ടോ സ്റ്റൈലായിട്ട് കിടക്കുന്ന നോക്കിയേ. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. നോക്കിക്കേ, തന്നെ സ്റ്റൈലായിട്ടാ കിടക്കുന്ന. അവരുടെ കാണിച്ചേ, ഇത് കണ്ടോ, നല്ല മുട്ടം പുളി കണ്ടോ, സ്റ്റൈലല്ലേ? കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മൾ പറിച്ചിട്ട് താഴേക്ക് തന്നെ ഇടുക കേട്ടോ. നല്ല ഇലയും ചതുപ്പ്, ഒരു നല്ല ചപ്പ് പോലെ കിടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വീണെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ ഇടുവാണ് താഴേക്ക്. ചുറ്റും പഴുത്ത് കിടക്കുന്ന പുളി നോക്കിയത്, നല്ല കളറിൽ നല്ല മുഴുത്ത പുളി കേട്ടോ. പച്ചയൊന്നും നമ്മൾ പറിക്കുകയല്ലോ കേട്ടോ, പഴുത്തത് മാത്രമേ നമ്മൾ പറിക്കുകയുള്ളൂ. നല്ല പഴുത്തത് ഉണ്ടോ, നല്ല പഴുത്ത പുളികൾ തന്നെ. രാജീവേട്ടാ, ഈ പുളിക്കത്തടത്തിന്റെ ഒരു കാഴ്ച ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈ പുളിമരത്തിന്റെ മുകളിലിരിക്കണം അല്ലേ? എന്നാ മനോഹരം അല്ലേ? നോക്കിയേ, നല്ല മഞ്ഞ് കയറി കിടക്കുവാണ്. നോക്കിയേ, മലനിരകളൊക്കെ നല്ല മഞ്ഞ് കയറി കിടക്കുന്നു. നല്ല തണുത്ത അന്തരീക്ഷം. രാജീവേട്ടാ, ഈ പുളിമരത്തേൽ ഇരിക്കുമ്പോഴേ എനിക്ക് പണ്ട് പഠിച്ച ഒരു കവിത ഞാൻ ഒത്തിരി എംബോസിഷനൊക്കെ എഴുതാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്ര നല്ലതുപോലെ ഓർമ്മയിലിരിക്കുന്നു. എന്താന്നറിയാവോ സംഭവം? കവിത ഇതാണ് കേട്ടോ. കാക്കകൾ പോലും ഉഷ്ണം ശ്വസിച്ചു കിതപ്പൂ പുളിങ്കൊമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ പുളിമരത്തില് ഇല കൊഴിഞ്ഞു പോകാറില്ല. ഫുൾ ടൈം ഇതിൽ ഇലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുളിമരത്തിന് അത്രയും തണലാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നതിന്റെ കാര്യം. നമുക്ക് എന്നാലും ഇനി അധികം വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, നമുക്ക് പതുക്കെ പടപടാന്ന് പണി തീർത്ത് ഇറങ്ങി പോയേക്കാം.
ഇതിന്റെ ഒരു സീസണൊക്കെ ഏതൊക്കെ മാസമാ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ 3 മാസമായിട്ട് വരും. 3 മാസം നിറച്ച് പുളിയല്ലേ? ഈ നാട്ടുകാരുടെ ഒരു ഉപജീവന മാർഗം അല്ലേ മഴക്കാലത്ത്? അതുകൊണ്ട് എതിലേ വേണേലും ഇങ്ങനെ നൈസായിട്ട് കേറി പോവാം കേട്ടോ. വഴുക്കലില്ല. പുളിപറിക്കലൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ താഴേക്ക് ഇറക്കുകയാണ്. പുളിമരത്തിന്റെ തുഞ്ച് വരെ നമ്മൾ കയറി കേട്ടോ. ഇനി നമ്മൾ ഇറങ്ങുക രാജു കേട്ടോ. താഴേക്ക് ഇറങ്ങിയേക്കാം. ഓക്കെ. അങ്ങനെ നമ്മള് പുളിമരത്തേന്ന് ഇറങ്ങി കേട്ടോ രാജു കേട്ടോ. ഇനി നമ്മള് നിലത്തെ മൊത്തം പറക്കുമല്ലേ? ഇതുണ്ടോ ഒരു കാഴ്ച നോക്കിക്കേ. എല്ലാ ദിവസവും ഇവര് പുളി പൊട്ടിച്ചിട്ട് ഇതിന്റെ കുരു ഉണ്ടല്ലോ, കുരു കൊണ്ട് ഈ മല പോലെ ലോഡ് പോലെ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നതുണ്ടോ. നമ്മൾ ഓരോ കൊട്ടക്കകത്താക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കാൻ പോട്ടോ. ഇനി ഒരുപാട് ഇതിലെ പെറുക്കിയെടുക്കാനുണ്ട്. ഇതുണ്ടോ, ഇതിലെല്ലാം നിലത്ത് കിടക്കുന്നുണ്ടോ? ഇത് നോക്കിയേ, നിലത്ത് നിന്ന് വരെ പറിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, പഴുത്ത പുളി നിലത്ത് നിന്ന് വരെ പറിച്ചെടുക്കാം. നമുക്ക് കൊണ്ട് ഇത് പൊട്ടിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് വന്ന് പെറുക്കാം. എന്താ പുളി നമ്മളിവിടെ ഒരു ഷെഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ ഇനി നമ്മൾ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്ന് കുടഞ്ഞ് ഇങ്ങ് ഇടാൻ പോവാണ്. കണ്ടോ, പുളി ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കുടഞ്ഞ് കൂട്ടിയിടുവാണ്. ഇനിയും നമുക്ക് പെറുക്കാനുണ്ട് കേട്ടോ. കുറേയും കൂടെ ഉണ്ട്. ഞങ്ങൾ പെറുക്കാനായിട്ട് പോയി പെറുക്കി മൊത്തം കൂട്ടിയെടുക്കണം. അങ്ങനെ നമ്മളിത് പറിച്ചു കൊണ്ടുവന്നിട്ട കുടംപുളി മൊത്തം ഉണ്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തെ കുരു എല്ലാം ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് നമ്മളിത് ഈ ഡ്രയർ മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുരു എല്ലാം നമ്മൾ പതുക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഈ പറമ്പിലുള്ള തടിയും അതുപോലെ തന്നെ ചപ്പും എല്ലാം ഇട്ടൊക്കെയാണല്ലോ ഇത് കത്തിച്ച് പുകച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാനിരുന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് ചിന്തിച്ചാലോചിച്ചപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ട്രൈ ചെയ്ത് ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ കാര്യം. കാരണം ഇത്രയും പുക നമ്മുടെ വയറ്റിലെത്തി നമുക്കത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉറപ്പായിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടാം. ഇങ്ങനെ ഡ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നമ്മുടെ കുടംപുളി നമ്മളിത് പൊട്ടിച്ചിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ പുളിയൊക്കെ ഇത് ഫുള്ള് പൊട്ടിച്ചതിൻ്റെ അകത്തെ കുരുവെല്ലാം എടുത്ത് മാറ്റി നല്ല ക്ലീൻ ആക്കി കേട്ടോ. ഇനി ഇത് ഫുള്ള് തൂക്കം ഒന്ന് നോക്കാനായിട്ട് പോവാണ്. തൂക്കം നോക്കി നമ്മളിത് ഈ ഡ്രയർ മെഷീനിലേക്ക് അങ്ങ് കയറ്റുന്ന പണികളിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് വെയിറ്റ് നോക്കാനായിട്ട് പോവാണ് കുടംപുളിയുടെ. അപ്പോൾ ഈ കൊട്ടയുടെ വെയിറ്റ് 1,200. അപ്പോൾ ഈ സെയിം കൊട്ട കേട്ടോ. അപ്പോൾ കൊട്ടയുടെ വെയിറ്റ് ഒന്ന് നമ്മൾ നോക്കാൻ വേണ്ടി വെച്ച് നോക്കിയ. അപ്പോൾ 1,200 ഇതിൻ്റെ മൊത്തം വെയിറ്റിൽ നിന്ന് കുറച്ചാൽ മതി. ഇത് ടോട്ടലോ 21,600 അപ്പോൾ പൊട്ടിച്ച പുളി ഇതേ നിവർത്തി വെച്ച് തന്നെ പുളി ഉണങ്ങാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ചൂട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ജലം ഫുള്ള് ചിലപ്പോൾ താഴേക്കെല്ലാം പോകും. ഈ ഡ്രൈയിൽ മൊത്തം പറ്റും. അങ്ങനെ ഡ്രൈക്കും കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡ്രൈയിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ തന്നെ പൊട്ടിച്ച് നിവർത്തി വെച്ച് തന്നെ ഉണങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ള് പുളികൾ ഡ്രൈക്കകത്ത് നിറച്ച് കേട്ടോ. ഇനി എന്നിട്ട് ഡ്രയർ മെഷീനിലേക്ക് എടുത്ത് വെക്കാനായിട്ട് അങ്ങ് പോവാണ്. ഓരോ ഡ്രൈ എടുത്ത് ഡ്രയർ മെഷീനിലേക്ക് വെക്കുവാണ്. അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ ഡ്രയർ മെഷീനിൽ കയറ്റി നമ്മളിഞ്ഞ് ചൂട് കൊടുക്കുവാണ് കേട്ടോ. ചൂട് കൊടുത്ത് എത്ര ടൈം ആകുമെന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കി തന്നെ ചെയ്യണം. അപ്പം ഇനി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. അങ്ങനെ നമ്മുടെ പുളി ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം 40 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡ്രയർ മെഷീൻ അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മളിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉണക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഇത് നമ്മുടെ പുളി
നല്ല പുകയില്ലാതെ ഇതേ പുളി നല്ലതുപോലെ ഉണങ്ങിയെടുത്ത് കേട്ടോ. ഉണ്ടോ? ഇതുണ്ടോ പുകയില്ലാത്ത പുളി, ഉഗ്രം പുളി. 20,400 വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 0 ഇട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ കൊട്ട 1 കിലോ ഉണ്ട്, 1 കിലോ. അത് നമ്മളൊന്ന് അത് 0 നമ്മൾ കൊട്ട എല്ലാം വെച്ച് 0 ഇട്ടു. അപ്പോൾ നമ്മുടെ പുളി വന്നിട്ട് ഇപ്പോൾ പുളി 2,796 എന്ന് വെച്ചാൽ 2,800 അങ്ങ് കണക്ക് കൂട്ടുക. 20 കിലോ 400 ഗ്രാം പുളി ഉണങ്ങിയപ്പോൾ നമുക്ക് 2,800 ഗ്രാം പുളിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 40 മണിക്കൂറത്തോളം നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡ്രയർ മെഷീനിൽ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്. 40 മണിക്കൂറോളം വേണം. കപ്പയോ ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് 10-12 മണിക്കൂറോ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഈ പുളി വെച്ചിട്ട് നമുക്കൊരു മീൻകറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതായത് നമ്മളൊരു മീൻകറി അങ്ങ് ചെറുതായിട്ടങ്ങ് വെക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ 2 ചുളയും അങ്ങ് ഇടാൻ പോകുന്നത്. ഇതുണ്ടോ? അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. ഇനി നമ്മളങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ലൊരു അയലക്കറി അങ്ങ് വെച്ചു. നമ്മുടെ പച്ചമാങ്ങ ഇട്ട് കറി വെക്കുന്ന അതേ ടേസ്റ്റ്, ഒറിജിനൽ ഒരു പുളിയുടെ രുചിയാണ്. ഇതുണ്ടോ നമ്മുടെ പുകച്ച പുളി? ഇതാണ് ഡ്രൈ ചെയ്ത പുളി. നോക്കിക്കേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പുകച്ചെടുത്ത പുളി ഇരിക്കുന്നു നോക്കി. ഇതേലെ പുകയൊന്നും ഇരുന്ന് ആലോചിച്ച് നോക്കി എത്ര കിൻഡൽ പുകയായിരിക്കും. ഇതുണ്ടോ കൈയിട്ടൊന്ന് അമർത്തി കഴിയുമ്പോഴത്തേക്കും നോക്കിയാണ്. ഇതൊന്ന് കഴുകി നമ്മൾ നേരെ മീൻ കറിയിലേക്ക് ഇടുന്നു. ഇതിലെ പുക നോക്കി എന്തുമാത്രം പുകയായിരിക്കും നമ്മുടെ കുടലിലും വയറ്റിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരിക്കലും ഈ പുകപ്പുളി ഉപയോഗിക്കുന്നതല്ല. ഇനി നമ്മൾ ഡ്രൈ ചെയ്ത പുളി മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ പുളി. ഇങ്ങനെയാണ് കുടംപുളി ഡ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മളുണ്ടല്ലോ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുളിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ ഇതേ പുളിയുടെ തുഞ്ചത്തിരിക്കുകയാണ് കേട്ടോ. തുഞ്ചത്തിരുന്നാണ്, ഏകദേശം തുഞ്ചത്തിരുന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറാമാൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പല മരത്തെ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ. മഴയൊക്കെ കൂടെ ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ടായാലും നല്ല രസമായിരുന്നു പരിപാടി.